മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സൈദ. ഞാൻ കിള്ളിപ്പാല ഇടവകയിൽ നിന്നാണ് വരുന്നത്, തിരുവനന്തപുരം കോലിക്കോട് നിന്ന്. ഞാൻ 2024 സെപ്റ്റംബർ 18 നേരിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുന്നേ ഓൺലൈനായിട്ട് ജൂലൈ 18, 2024 ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുത്ത് ഒരു മാസം ആകുമ്പോൾ തന്നെ 11 വർഷമായിട്ട് അടയ്ക്കാൻ കഴിയാത്ത ഒരു ലോണിന് അപ്രതീക്ഷിതമായിട്ടൊരു ചിട്ടി വീഴുകയും അതിന് 2.5 ലക്ഷം രൂപ അടയ്ക്കാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മകന് അഡിനോയിഡ് ഇൻഫെക്ഷൻ കാരണം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്വാസം കിട്ടാതെയും വായിൽ നിന്ന് പത വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് ഒരു മാസം ആയപ്പോൾ തന്നെ അവന് വളരെയധികം മാറ്റം സംഭവിക്കുകയും ഞാനിവിടെ അച്ഛനെ കൊണ്ട് തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ പേരിൽ ഡോക്ടറെ കാണിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വച്ചൊരു നിയോഗമാണ് എനിക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കണമെന്നത്. ഞാൻ ഉടമ്പടി എടുത്ത് ഒരു 3 മാസം ആകുമ്പോൾ തന്നെ ഒരു കോള് വരികയും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു കോള് വരികയും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും എനിക്ക് താൽക്കാലികമായിട്ടൊരു ഗവൺമെൻറ് സ്ഥാപനത്തിലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ ഞാൻ കാശ് രൂപം ഞാൻ കയ്യിൽ കരുതിയിരുന്നു. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ. അവിടെ 7 പേരുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അറ്റൻഡ് ചെയ്യാനും പറയാനും സാധിച്ചു. എനിക്കൊരു വലിയ അത്ഭുതമായിരുന്നു ഫസ്റ്റ് ഇതിൽ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ജോലി ലഭിച്ചത്. അതുപോലെ എനിക്ക് മകനൊരു 10 മാസം പ്രായമായിട്ടുള്ളൂ. അപ്പോൾ അവനെ ആക്കാനായിട്ടൊരു സ്ഥലമില്ലായിരുന്നു. എനിക്ക് അമ്മയും അച്ഛനൊന്നുമില്ല. അപ്പം ഡേ കെയർ വീടിൻ്റെ അടുത്തുള്ള ഡേ കെയറിൽ 1.5 വയസ്സായാൽ കുട്ടിയെ എടുക്കുള്ളായിരുന്നു. പക്ഷേ അമ്മ മാതാവിൻ്റെ ഒരു വലിയ സഹായത്തോടു കൂടി തന്നെ ഒരാളെ ഒരുക്കി തരികയും മോനെ എടുക്കുകയും അവൻ ഒരു അത്രയും നാൾ എൻ്റെ അടുത്ത് മാത്രം നിന്ന കുട്ടിയാണ്. പക്ഷേ ഒരു കരച്ചിലോ ബഹളവും ഇല്ലാതെ എല്ലാ ദിവസവും അവൻ പോവുകയും ചെയ്തു. ഈ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 എൻ്റെ അമ്മ കോവിഡ് ബാധിച്ച് പെട്ടെന്ന് മരണപ്പെട്ടത്. അപ്പോൾ എനിക്ക് ഒരുപാട് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പം വീട് വേണമെങ്കിൽ വേണമെങ്കിൽ കടമൊക്കെ ഒതുക്കായിരുന്നു. പക്ഷേ എനിക്ക് വീട് അത്യാവശ്യമായിരുന്നു. എനിക്ക് വീട് വേണ്ട ഒരു സാഹചര്യമാണ്. എനിക്ക് അവിടെ വരേണ്ട ഒരു അവസ്ഥയും വന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫോൺ കോളുകളും ഈ കടബാധ്യതകളുടെ ഇതും ഒക്കെ കാരണം ഞാൻ വളരെയധികം സങ്കടത്തിലായിരുന്നു. അതുപോലെ ഞാൻ അമ്മയെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ അമ്മ പെട്ടെന്ന് പോയതും എനിക്ക് ഭയങ്കര വിഷമകരമായിരുന്നു. അങ്ങനെ ഞാൻ വിഷമിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവന് ഇൻഫെക്ഷനൊക്കെ കാരണം എനിക്ക് 2 മാസത്തോളം എനിക്ക് പൊക്കോണ്ടിരുന്ന ജോലി എന്നെ മതിയാക്കേണ്ടി വന്നു. ഞാനിങ്ങനെ എന്നാലും ഞങ്ങൾ വിശുദ്ധൻ്റെ മാധ്യസ്ഥത്തിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അവന് സർജറിയുടെ സ്റ്റേജ് വരെ വന്നതാണ്. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ പപ്പയും ഭയങ്കര വിശ്വാസമായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവന് അത് ചുങ്ങി സർജറി വേണ്ടാന്നൊരു അവസ്ഥയിലേക്ക് വന്നു. അപ്പം ഞാൻ വീണ്ടും ജോലിയൊക്കെ അന്വേഷിച്ച് തുടങ്ങി. അപ്പോൾ എനിക്കൊരു വീടിൻ്റെ 2 സ്റ്റോപ്പ് അപ്പുറം തന്നെ എനിക്കൊരു ജോലി ശരിയായി. ഞാനങ്ങനെ ജോലിക്ക് കയറി. അപ്പോഴാണ് എനിക്ക് രണ്ടാമതൊരു കുട്ടിയും കൂടെ ആയെന്ന് അറിയുന്നത്. എന്നാലും എനിക്ക് ഭയങ്കര വിഷമതകളും ഇതും കാരണം എനിക്ക് ഭയങ്കര ആത്മഹത്യ പ്രവണതയും എനിക്ക് രണ്ടാമതായി കുട്ടി വേണ്ടാന്നുള്ളൊരു ഇതൊക്കെയായിരുന്നു. പക്ഷേ എനിക്ക് ദൈവം എന്തോ ഇത് എന്നെ അതിൽ നിന്നൊക്കെ മാറ്റി വിട്ടു. ഒരു 7-ാം മാസം മകന് വയറ്റിൽ 7-ാം മാസം ആയപ്പോഴാണ് ഹസ്ബൻഡ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂയുടെ ഇത് വന്നിട്ട് CV ഒക്കെ അയച്ചു കൊടുത്തിട്ട് റെസ്പോൺസ് ഇല്ലയെന്നും പറഞ്ഞ് ഇവിടെ ആലപ്പുഴയിൽ വരാനിടയായത്. അങ്ങനെ ഈ മാതാവിൻ്റെ ഇവിടെ കയറിയിട്ട് ഒരു ഉപ്പും ഈ മാതാവിൻ്റെ ഒരു ചെറിയ സ്റ്റാൻഡ് പുറത്തുനിന്ന് മേടിച്ചിട്ട് വന്നു. അങ്ങനെ 7-ാം മാസം സാധാരണ 7-ാം മാസമല്ലേ അമ്മമാരുടെ ഇത് വേണ്ടത്. പക്ഷെ എൻ്റെ മാതാവ് വീട്ടിൽ വന്നു. ഞാൻ മുറിയിലൊരു ആണി ഉണ്ടായിരുന്നു. അപ്പോൾ ആണിയിൽ ഇതൊക്കെ ഫോട്ടോ വെച്ചിട്ടും ഈ പേപ്പറായിട്ടുള്ള ഫോട്ടോ തൂക്കിയിട്ടൊന്നും അത് ഇരിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ ഫോട്ടോ കൊണ്ടുവന്ന് അവിടെ വച്ചപ്പോൾ അത് കറക്റ്റ് ഫിറ്റായിരുന്നു. എനിക്ക് ആ കോവിഡ് കാലഘട്ടത്തിലൊക്കെ അമ്മ എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഈ രക്തക്കണ്ണീർ ജപമാല പ്രാർത്ഥിക്കണം, കുരുക്കഴിക്കുന്ന ഇത് പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ അത്രയും കാലം കാണില്ല, കാര്യം ഞാൻ അത്രയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുമായിരുന്നു അമ്മയുടെ അടുത്ത്. അപ്പം അമ്മ ഇങ്ങനെ പറയുമായിരുന്നു. ഞാൻ വീണ്ടും ജപമാല കഴുത്തിലിട്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത്രയും ദുരിതങ്ങൾ ഇതൊക്കെ വന്നു തുടങ്ങിയപ്പം ഞാൻ വീണ്ടും ജപമാല കഴുത്തിലിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ഈ ഡിസംബർ മാസം മാതാവ് അവിടെ വന്നതിന് ശേഷം ഞാനൊന്ന് ഉടമ്പടിയിലൊന്നും അല്ലെങ്കിലും ഭയങ്കര അത്ഭുതശക്തിയായിരുന്നു. വീണ്ടും അപ്രതീക്ഷിതമായിട്ടൊരു ചിട്ടി വീഴുകയും എനിക്ക് ആ ഡെലിവറിയുടെ കാര്യങ്ങളെല്ലാം എനിക്ക് കറക്റ്റായിട്ട് നടത്തി തരികയും ഡെലിവറി
7-ാം തീയതിയാണ് നടന്നത്. മാതാവിൻ്റെ ആ ഒരു ഡേറ്റ് അത് ഞാൻ പിന്നീടാണ് ആലോചിച്ചത്. 7-ാം തീയതിയായിരുന്നു രണ്ടാമത്തെ മകൻ ജനിച്ചത്. ഞാൻ ആ സമയത്ത് ഞാൻ 9 മണിക്ക് കിടന്ന് ഞാൻ 1:30 പെട്ടെന്ന് എണീറ്റതാണ്. ഞാൻ 2 ജപമാല പ്രാർത്ഥിച്ചു. അധികം സമയമൊന്നും എനിക്ക് പെയിൻ അനുഭവിക്കേണ്ടി വന്നില്ല. 3 മണിക്കൂറായപ്പോൾ തന്നെ നോർമലാക്കി എനിക്ക് തന്നു മാതാവ്. അതുപോലെ തന്നെ കുട്ടി ജനിച്ചപ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവൻ എൻ്റെ അമ്മയുടെ അതേ മുഖമായിരുന്നു. എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. അവൻ്റെ ഓരോ ആക്ഷനൊക്കെ കാണുമ്പോൾ എനിക്ക് മമ്മിയെപ്പോലെ എനിക്ക് തോന്നുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത ജൂലൈ 18-ാം തീയതി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വളരെയധികം വിഷമത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരുഹൃദയ രൂപം തെളിഞ്ഞു വന്നു. അതാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ അടയാളം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഒരു ചിട്ടി റെഡി ആയെന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ അനീത്തിയെ വിളിച്ച് പറഞ്ഞായിരുന്നു. എനിക്കൊരു അനീത്തിയുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു അവിടെ പോയി ചോദിച്ചായിരുന്നു ചിട്ടി വേണമെന്ന്. പക്ഷേ ഞാൻ ചോദിച്ചിട്ടില്ല. അതുപോലെ അഡ്രസ്സ് സാധാരണ ഞാൻ ഇവിടെ വീട് ഒറ്റയ്ക്കൊക്കെ കൊടുത്തിരിക്കുകയായിരുന്നു. പിന്നെ ഒറ്റയൊഴിപ്പിച്ച് ഞാനിങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഒറ്റയ്ക്ക് കൊടുത്തേക്കാൻ കാരണം അഡ്രസ്സ് അനിയത്തിയുടെ അവിടെയുള്ള അഡ്രസ്സിലാണ് സാധാരണ പോകുന്നത്, നോട്ടീസും കാര്യങ്ങളൊക്കെ. പക്ഷേ അത്ഭുതകരമായിട്ട് ഇത് എൻ്റെ കയ്യിൽ തന്നെ ഇങ്ങനെ വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടു. മാതാവ് വീട്ടിൽ വരുന്നതായിട്ടും എൻ്റെ കുട്ടിയെ നോക്കുന്നതായിട്ടും ഞാൻ എന്തൊക്കെയോ ജോലി ചെയ്ത് നടക്കുന്നതായിട്ടും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഇങ്ങനൊരു കോള് വരികയും പെട്ടെന്ന് തന്നെ എനിക്കൊരു ജോലി റെഡിയാവുകയും ചെയ്തത്. പല കാര്യത്തിലും എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. മോൻ ഇതുപോലെ ഒരു ദിവസം റവ എന്തോ കാച്ചിക്കൊണ്ടിരുന്നപ്പം ആ തിളച്ച റവയിൽ കൈ ഇങ്ങനെ വച്ചു. അപ്പം അവൻ ആ കൈ മൊത്തം പൊള്ളിയിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. പക്ഷേ കയ്യിലൊരു തുള്ളി പൊള്ളൽ പോലും അതിൽ അനുഭവപ്പെട്ടിട്ടില്ല. അതുപോലെ ഒരിടയ്ക്ക് മകന് കാല് കുഴഞ്ഞിങ്ങനെ അവന് നടക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു. അപ്പോൾ ഡേ കെയറിലും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ ഈ കുട്ടിയെ നോക്കാനായിട്ട്. അപ്പം ഞാൻ ഒരു ദിവസം ലീവ് എടുക്കും, ഒരു ദിവസം പോവും, അങ്ങനത്തെ ഇതിലായിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി, നീ എല്ലാവരുടെ അടുത്തും പറയുമല്ലോ കാശ് രൂപം വയ്ക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ, നിൻ്റെ കാര്യത്തിൽ ഇതൊന്നും പറ്റില്ലേ? അപ്പം അന്നാണ് ഞാൻ ആലോചിച്ചത്. പിന്നെ ഞാനൊന്ന് കാശ് രൂപവും തലേണയുടെ അടിയിൽ വെച്ചിട്ടാണ് ഞാൻ കുട്ടിയെ കിടത്തിയത്. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇത്രയും നാൾ തറയിൽ കാല് കുത്താത്തവൻ തറയിൽ കാല് കുത്തി അവൻ പഴയതുപോലെയായി. എനിക്ക് മാതാവിൻ്റെ ഭയങ്കര പ്രൊട്ടക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഡേറ്റ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരിതുണ്ടായിരുന്നു. ഞാൻ ഡേറ്റുകളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഡേറ്റുകളിലൊന്നും എനിക്ക് നടന്നു കിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇനി ഡേറ്റ് ഒന്നും എഴുതി വെക്കില്ല എന്ന്. പക്ഷേ ഓരോ ഡേറ്റുകൾ പിന്നീട് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. 18 എന്നുള്ളൊരു ഡേറ്റ് ഞാൻ എപ്പോഴും എഴുതി വെക്കുമായിരുന്നു. അപ്പം എൻ്റെ ജോലി സ്ഥലത്ത് തന്നെ എനിക്ക് കൂടെയുള്ള ഒരു ആൾ, എനിക്ക് ഓഫീസർ, എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ അപ്പോയിൻമെൻറ്റ് ഞാൻ മുമ്പ് അവിടെ പോയപ്പോൾ ഈ ഫയലൊക്കെ മറിച്ച് നോക്കിയപ്പം അവർ അപ്പോയിൻറ്റ് ചെയ്തത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത അതേ ഡേറ്റിന് സെപ്റ്റംബർ 18-നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അതുപോലെ 27 ഡേറ്റ് ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അന്നാണ് എനിക്ക് ഇൻ്റർവ്യൂ കോള് വന്നത്. അപ്പം ഞാൻ പിന്നെ ഡേറ്റിനെ കുറിച്ച് നടന്നോ ഞാൻ പിന്നെ നോക്കാറില്ല. എന്തായാലും അമ്മ മാതാവ് അതിൽ പ്രവർത്തിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ കഴിഞ്ഞ തവണ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ സാക്ഷ്യം പറയേണ്ടതാണ്. പക്ഷേ ഞാനന്ന് എനിക്കിത്തിരി പേടിയായിരുന്നു വന്നിങ്ങനെ പറയണ്ടേ എന്നൊക്കെ ഉള്ള ഇത്. അപ്പം ഞാനിങ്ങനെ സിസ്റ്ററിന് ചോദിച്ചപ്പോൾ തിരക്കാണ്, ഉച്ച വരെ ഉച്ച കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞ് പോയി. പക്ഷേ അന്ന് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ട്രെയിനിൽ വെച്ച് ഞാൻ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുകയും ഭയങ്കര ഒരു ഇതൊക്കെയായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് സാക്ഷ്യം പറയണമെന്നൊരു ഇതായിരുന്നു. സാക്ഷ്യം പറഞ്ഞ് ഞാൻ മടി തോന്നരുതെന്നുള്ളൊരു ഇതെനിക്ക് ഉണ്ടായി. അതുപോലെ പത്രം കൊടുക്കാനുണ്ടായ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ പോകുമ്പം എനിക്ക് ഇതായിരുന്നു, ഞാൻ എങ്ങനെ പറയും, എന്ത് പറയും ഈ ആൾക്കാരുടെ അടുത്തൊക്കെ. ഞാനങ്ങനെ ഒരു ആൾക്കാരുടെ അടുത്തൊന്നും അധികം സംസാരിക്കുന്ന ഒരു ആളല്ല. അപ്പോൾ എന്ത് പറയും, എനിക്ക് പറ്റുമോ എന്നൊക്കെ ഉള്ളൊരിതായിരുന്നു. പക്ഷേ അവിടെ എല്ലാം ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ CSI ഒരു ആൾക്ക് പത്രം കൊടുത്തപ്പോൾ അവർ ഒരുവിധം മേടിക്കില്ലായിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് അവർ പറഞ്ഞു ഈശോയുടെ നേരിട്ട് പ്രാർത്ഥിച്ചാൽ മതി, മാതാവിൻ്റെ മധ്യസ്ഥത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ കുറേ തർക്കിച്ചു. അപ്പം ഞാൻ ദൈവത്തിനോട് പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞ് ഇവരെ വിശ്വസിപ്പിക്കും. അപ്പം എനിക്ക് പെട്ടെന്നൊരു മനസ്സിൽ തോന്നി, അമ്മ പറഞ്ഞ ഈശോ കേൾക്കും. അപ്പം ഞാനത് അവരോട് പറഞ്ഞു. പക്ഷെ എത്രയും നേരം തർക്കിച്ച് ഇത് മടിച്ച് നിന്നിരുന്ന അവർ പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ആ പത്രം മേടിച്ചു. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു.
അതുപോലെ ഞാനിങ്ങനെ ബസ്സിലൊക്കെ അടുത്തിരിക്കുന്നവരോട് മാത്രമേ ഇതൊക്കെ കൊടുക്കുകയുള്ളായിരുന്നു. അപ്പം ഞാൻ പിന്നീട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ ഞാൻ അവർക്ക് കൊണ്ട് കൊടുക്കാനൊക്കെ തുടങ്ങി. അപ്പോഴും എനിക്ക് മടിയായിരുന്നു. അയ്യോ, ഞാൻ എന്ത് പറയും ഇവരോട്. ആദ്യമൊക്കെ ഞാനിങ്ങനെ മാതാവിനെ പറ്റിയോ കൃപാസനത്തെ പറ്റിയൊന്നും പറയില്ല. പള്ളിയിലൊരു പത്രമാണ് വായിക്കണം എന്നൊക്കെ പറയുള്ളായിരുന്നു. അപ്പം ഞാനങ്ങനെ ഒരു ചേച്ചിക്ക് കൊടുത്തപ്പം ഒരുവിധം അവർ മേടിക്കില്ല. അപ്പം വേറൊരാൾ ഇതേപോലെ ഹിന്ദു മതവിശ്വാസി അവിടെ വന്ന് ഈ കൃപാസനത്തെക്കുറിച്ചും പത്രത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും അവർ ആ പത്രം മേടിക്കുകയും ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് പറയുകയും ചെയ്തു. അതുപോലെ ഞാൻ കുറേ പേർക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് എനിക്കാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച 7-ാം തീയതി ഞാനിവിടെ വരണമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് സാധിച്ചില്ല. ഹസ്ബൻഡ് ഇങ്ങനെ ഒരു ഉറക്കക്കുറവിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി മൊത്തം ഉറങ്ങാത്ത ഒരു അവസ്ഥയായിരുന്നു. 2 ദിവസം അതിന് ബുദ്ധിമുട്ടി. അപ്പം എനിക്ക് സംശയമായിരുന്നു എനിക്ക് ഈ ആഴ്ച തന്നെ ഇവിടെ വരാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ഞാനത് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് അനുഗ്രഹിച്ച് പിന്നീട് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടില്ല. ഇനി എനിക്ക് ഇത് തന്നെയാണ് ജീവിതം, ഉടമ്പടി തന്നെയാണ് എൻ്റെ ജീവിതം. ഭൂമിയിലെ ഒരു സ്വർഗമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. കാര്യം എനിക്ക് പപ്പ എപ്പോഴും കൊച്ചിലെ മുതൽ എനിക്ക് എവിടെയെങ്കിലും പ്രാർത്ഥിച്ചിട്ടേ എന്നെ വിടാറുള്ളായിരുന്നു. ഒരു ചെറിയ പരീക്ഷയായാലും എന്താവശ്യത്തിന് പോയാലും പ്രാർത്ഥിപ്പിച്ചിട്ടാണ് വിടുന്നത്. അപ്പോൾ എനിക്ക് ഈ അച്ഛൻ്റെ ഈ പ്രാർത്ഥന, ഡെയിലി ബ്രെഡിൻ്റെ ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. എനിക്കതൊക്കെ തിരിച്ചു കിട്ടിയാലും തോന്നുന്നു. അതുപോലെ അമ്മ എന്നെ എപ്പോഴും ശാസിക്കും, അത് ചെയ്യണം ഇത് ചെയ്യണം. അപ്പോൾ എനിക്ക് എപ്പോഴും മനസ്സിലിങ്ങനെ മാതാവ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പം എൻ്റെ ജീവിതം ഇത് തന്നെയാണ്, ഉടമ്പടി തന്നെയാണ് എൻ്റെ ജീവിതം. ഒരു ഭൂമിയിൽ ഒരു സ്വർഗമായിട്ട് ദൈവത്തോടൊപ്പമുള്ള ഒരു ജീവിതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. ജോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനം. അതെനിക്ക് ആശ്വാസമാകുമായിരുന്നു, വേദനയുടെ നടുവിൽ പോലും ഞാൻ ആർത്തുല്ലസിക്കുമായിരുന്നു. പരിശുദ്ധനായവൻ്റെ വചനത്തെ ഞാൻ തിരസ്കരിച്ചിട്ടില്ല. ജോബിന് ദൈവത്തോടുള്ള ഒരു വലിയ വിശ്വസ്തതയെക്കുറിച്ചാണ് ഈ സന്ദേശം നമ്മോട് പറയുന്നത്. സൈദ ലിജോയുടെ പറഞ്ഞ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് എൻ്റെ ജീവിതം ഇനി ഉടമ്പടിയാണെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലേക്കും വിശ്വാസദാർഢ്യത്തിലേക്കും ഒരു വലിയ കൺവിക്ഷനിലേക്ക് ബോധ്യത്തിലേക്കുമാണ് ഈ മകൾ കടന്നു വന്നിരിക്കുന്നത്. കാരണം ജീവിതത്തിൻ്റെ ഓരോ സങ്കടാവസ്ഥകളിലും പരിശുദ്ധ അമ്മ നൽകിയ ആ ഒരു മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ ഈ മകൾക്ക് കൃത്യമായി പാലിക്കുവാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ പരിശുദ്ധ അമ്മ പറഞ്ഞാൽ ഈശോ കേൾക്കുമെന്നുള്ളൊരു വലിയ വിശ്വാസമാണ് ഈ മകൾക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചത്. ഈശോയോട് പ്രാർത്ഥിക്കുന്നതെല്ലാം തന്നെ പരിശുദ്ധ അമ്മയും കേൾക്കുന്നുണ്ട്. ഉടമ്പടിയിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സാക്ഷ്യങ്ങളാണ് നാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. സൈദ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കാര്യങ്ങളെല്ലാം സാധിച്ചു കഴിഞ്ഞപ്പോൾ ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുണ്ട്, സാക്ഷ്യം ഒരിക്കലും നീട്ടിവെക്കരുതെന്ന്. കാരണം ഈശോ തന്നെ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, മറ്റ് 9 പേരെവിടെ? ഒരു വിജാതീയൻ മാത്രമാണ് ഈശോയുടെ അടുത്ത് കയറി വന്ന് നന്ദി പറയാനായി തിരിച്ചു വന്നത്. നാം ഒരിക്കലും ആ 9 പേരാകരുത് എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ എപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുവാൻ പൗലോസ്ലീഹ നമ്മെ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കെപ്പോഴും വിശ്വസ്തരായിരിക്കാം. 11 വർഷമായിട്ടുള്ളൊരു കടം ഉടമ്പടിയെടുത്ത ഉടനെയാണ് അവരുടെ ലക്ഷങ്ങളുടെ ഒരു കടം വീട്ടാനായിട്ട് പരിശുദ്ധ അമ്മ മാധ്യസ്ഥ ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ സൈദയ്ക്ക് ഒരു ഗവൺമെൻറ് ജോലി വളരെ പെട്ടെന്ന് ലഭിച്ചു. ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷമാണ് എല്ലാ ജീവിതാവസ്ഥകൾക്കും ഒരു സമാധാനവും ആശ്വാസവും ലഭിച്ചത് എന്നേറ്റു പറയുന്നു. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഡെലിവറി സമയത്ത് നമ്മെ വളരെയധികം സ്ട്രൈക്ക് ചെയ്യുന്ന ഡെലിവറി പെയിൻ ഒരമ്മയ്ക്ക് അറിയാവുന്ന ഒരു വലിയ വേദനയാണ്. അതിൻ്റെ വേദനയുടെ പേര് തന്നെ ലേബർ പെയിൻ എന്നാണ്. ഈ അമ്മ ഡെലിവറിക്കായി ടേബിളിൽ കിടക്കുമ്പോൾ 2 ജപമാല ജപിച്ചുവെന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതെങ്ങനെ സാധിച്ചുവെന്ന് ഓരമ്മമാരും വിചിന്തനം ചെയ്യേണ്ട ഒരു വലിയ സമയം കൂടിയാണിത്. ഉടമ്പടിയിലെ മക്കൾക്ക് അസാധ്യങ്ങളായ കാര്യങ്ങളാണ് അമ്മ പറഞ്ഞാൽ കേൾക്കും എന്നുള്ള ഒരു വലിയ സന്ദേശം നൽകിക്കൊണ്ട് ഈ സൈദായുടെ സമാപിപ്പിക്കുന്നത്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ കേൾക്കും. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കും. അമ്മയുടെ ഗൈഡൻസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സൈദയെ പോലെ സങ്കടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം.